ഈ ടി.വി.കെ അധ്യക്ഷൻ വിജയ് തമിഴ്നാട്ടിലെ പെരമ്പൂർ അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? അതുപോലെ തന്നെ തമിഴകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ പറയുന്ന 2 മണ്ഡലങ്ങളും 2 മേഖലകളിലാണ് ഉള്ളത്. അതായത് ഒന്ന് ചെന്നൈ നഗരത്തിലും മറ്റൊന്ന് ഗ്രാമപ്രദേശത്തുമാണുള്ളത്. ഇത് ഒറ്റയ്ക്ക് 230 നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന വിജയുടെ പാർട്ടിയായ ടി.വി.കെ സ്ഥാനാർത്ഥികൾക്കാണ് ശരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത്. മുൻപ് ജയലളിതയും കരുണാനിധിയും എല്ലാം 2 മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് എന്നതും നാം ഈ ഒരു ഘട്ടത്തിൽ ഓർക്കണം. ഈ 2 മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് മറ്റ് മണ്ഡലങ്ങളിലേക്കും കൂടി പടരുമെന്നതും ഒരു വസ്തുത തന്നെയാണ്. ഇത് ടി.വി.കെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, ആ ഒരു പ്രവർത്തകർക്കും ആവേശം പകരുമെന്നതും എന്തായാലും ഉറപ്പാണ്. ഈ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഒറ്റയ്ക്ക് പടവെട്ടാൻ ഇറങ്ങിയ വിജയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് പെരമ്പൂർ മണ്ഡലത്തിലാണ്. ഈ DMK സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഈ ഒരു മണ്ഡലത്തില് വിജയുടെ പ്രചരണത്തിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടവും അദ്ദേഹത്തെ അനുഗമിച്ച ആയിരങ്ങളെയും കാണുമ്പോൾ ഈ മണ്ഡലത്തിൽ മാത്രമല്ല മൊത്തം തമിഴ്നാട്ടിൽ ടി.വി.കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സ്വയം വന്നു ചേരുന്ന കൂട്ടമാണ് വിജയുടെ ഒപ്പം ഉള്ളത് എന്നത് ദ്രാവിഡ പാർട്ടികളുടെ ഒരു ചങ്കിടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. ഒരു തരംഗത്തിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ടി.വി.കെ പ്രചരണത്തിൽ നമ്മൾ കാണുന്നതും. ഈ തരംഗം വോട്ടായി മാറിയാൽ തീർച്ചയായും തമിഴകത്തൊരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. DMK മുന്നണിയും അണ്ണാ DMK മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം എന്നതിൽ നിന്നും DMK ടി.വി.കെ പോരാട്ടമായി ഈ തിരഞ്ഞെടുപ്പിനെ മാറ്റാൻ എന്തായാലും ടി.വി.കെക്ക് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ എല്ലാ പ്രസംഗത്തിലും വിജയ് ആവർത്തിച്ച് പറയുന്നതും അണികളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ടി.വി.കെ വേഴ്സസ് DMK എന്ന് തന്നെയാണ്. കാര്യം എന്തായാലും വിജയ് പ്രചരണത്തിന് ഇറങ്ങിയതോടെ തമിഴ്നാട് രാഷ്ട്രീയമാണ് ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുന്നത്. ഈ പ്രവചനാതീതമായ മത്സരമായി ഇതിനകം തന്നെ ദ്രാവിഡ മണ്ണിലെ പോരാട്ടം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും അറിയേണ്ടത് MGRും ജയലളിതയും സിനിമാ മേഖലയിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിമാരായ പോലെ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകുമോ എന്നത് തന്നെയാണ്. അത് ഇപ്പോ പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം.